പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഈ വിശുദ്ധമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുപ്പിറവി കാലഘട്ടത്തിലെ ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നത് ദൈവാനുഗ്രഹമാണ്. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് നിറയും. അതുപോലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിറഞ്ഞേൽക്കുന്ന അഭിഷേകവും നമ്മിലേക്ക് വന്നു ചേരും. ഈ പ്രത്യേകതകളോടുകൂടെ നമ്മുടെ വിശ്വാസവും നമ്മുടെ കൂടെ ഉള്ള ഇടതും വലതുമൊക്കെയുള്ള മുൻപിലും പുറകിലുമൊക്കെയുള്ള എല്ലാവരുടെയും വിശ്വാസത്തോട് ചേർന്ന് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമുക്കിത് അനുഗ്രഹമായിട്ട് മാറും. നമുക്ക് എളിമപ്പെട്ട് കർത്താവിന് മുമ്പിൽ പരിശുദ്ധ ബലി അർപ്പിക്കാം. നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ദൈവമേ ഞാൻ പാപിയാണ് എന്ന് പറയുമ്പോഴാണ്. ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആളാണെന്ന് ഇവിടെ ഇരുന്ന് ചിന്തിക്കണ്ട. ഞാൻ കുഴപ്പമില്ല, ഞാൻ തരക്കേടില്ല, അത് അങ്ങനെ അതിനേക്കാളും നല്ലത് കർത്താവേ എനിക്കൊന്നുമില്ല കർത്താവേ, എനിക്കൊരു കഴിവില്ല കർത്താവേ, എനിക്കൊരു യോഗ്യതയില്ല കർത്താവേ, ഞാൻ പാപിയാണ് കർത്താവേ. അങ്ങനെ ഒരു ചിന്ത നമ്മളുണ്ടെങ്കിൽ പെട്ടെന്ന് ദൈവം ഇടപെടും. ദൈവത്തിന് ഇറങ്ങി വരാൻ ഇടപെടാൻ പറ്റിയ ഒരവസ്ഥ അതാണ്. നമുക്കതുകൊണ്ട് ഈ ബലി ഭക്തിയോടർപ്പിക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകൾ നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മെത്രാന്മാരായ വിശുദ്ധ ബേസിലിന്റെയും വിശുദ്ധ ഗ്രിഗറിയുടെയും ജീവിത മാതൃകയാലും പ്രബോധനങ്ങളാലും അങ്ങ് സഭയെ പ്രബുദ്ധമാക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ സത്യം വിനയപൂർവ്വം പഠിക്കുവാനും അത് പരസ്നേഹത്തിൽ വിശ്വസ്തയോടെ പ്രാവർത്തികമാക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്തിക്രിസ്തു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല. പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവുണ്ടായിരിക്കും. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്: നിത്യജീവൻ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവൻ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കുവാനും അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കുവാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവേൻ. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് നീ ആരാണ് എന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, ഏശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകുവാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ വചന ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് തന്നെ ഞാൻ അച്ഛന്മാരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ രണ്ടച്ഛന്മാരും ഈ കൂട്ടത്തിലെ രണ്ടച്ഛന്മാരെന്നെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. ഒരാളെന്നെ തത്വശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്, പീറ്റർ കൊച്ചുവീട്ടിലച്ഛൻ. പിന്നെ ഫ്രാൻസിസ് അച്ഛൻ എന്നെ ചരിത്രം, സഭാചരിത്രം പഠിപ്പിച്ചിട്ടുള്ള അച്ഛനാണ്. അപ്പോൾ അവരുടെ കൂടെ ബലിയർപ്പിക്കാൻ സാധിക്കുന്നത് അത് വലിയൊരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ്. ദൈവത്തിന് ഒത്തിരി നന്ദി. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്നൊരു സന്ദേശം, എളിമപ്പെടുന്നവനെ ദൈവം ഉയർത്തും. സ്നാപയോഹന്നാൻ്റെ വെളിപ്പെടുത്തലുകളും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അസന്നിഗ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ക്രിസ്തുവല്ല. ചിലപ്പോൾ നമ്മുടെ ഈ കാലയളവിലൊക്കെ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കട്ടെ, ആ ഒരു ക്രെഡിറ്റ് ഇരിക്കട്ടെ, അവർക്കറിയാൻ പാടില്ലെങ്കിൽ അവർക്കറിയില്ലല്ലോ, ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് അർഹിക്കാത്ത ഒരു മേന്മ നമ്മിലേക്ക് സ്വീകരിക്കാൻ ചിലപ്പോൾ ഒരു ടെൻഡൻസി വരാം. സംശയമില്ലാതെ പറഞ്ഞു, ഞാൻ അവനല്ല, ഞാൻ ഈശോ അല്ല, ഞാൻ വെറും ശബ്ദം മാത്രമാണ്. ഇതാണ് എളിമ. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അച്ഛന്മാരുടെ കൂടെ, ധ്യാന ഗുരുക്കന്മാരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എനിക്ക് അവർ ശുശ്രൂഷകരെ കൂട്ടമായിട്ട് വിളിച്ച് ഉപദേശിക്കും. ചിലപ്പോൾ ചില ധ്യാനങ്ങളിലൊക്കെ ഈവനിങ്ങളിൽ അവരൊരുമിച്ച് കൂടി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രസിദ്ധനായ ധ്യാനഗുരു ശുശ്രൂഷകരോട് പറഞ്ഞ ഒരു വചനം ഞാൻ ഓർക്കുകയാണ്. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതായത് ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ടങ്ങ് നിൽക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണ് തങ്ങൾ എന്ന് കുറേ പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്.
അത് അച്ഛന് മനസ്സിലായത് കൊണ്ടാണ് അച്ഛൻ അങ്ങനെ അവർക്കൊരു പൊതുവായ നിർദ്ദേശം കൊടുത്തത്. ഉള്ളതിലധികം മേന്മ നടിക്കരുത്. ഞങ്ങൾ വലിയ സംഭവമാണെന്ന രീതിയിൽ സംസാരിക്കുകയും ശുശ്രൂഷകളിൽ ഇടയ്ക്ക് അത് അവരെ സമീപിക്കുന്ന ആളുകളോട് അത് പ്രകടിപ്പിക്കുകയും ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ആ ധ്യാനഗുരു അങ്ങനെ പറഞ്ഞത്. സുഭാഷിതങ്ങൾ പുസ്തകം 3-7 വാക്യം, ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്, ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നമ്മുടെ സ്നാപയോഹന്നാനോട് ചേർന്ന് ചിന്തിക്കാവുന്നൊരു വചനമുണ്ട്. മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത്. കർത്താവാണോ ഈശോയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഈശോ അല്ല. വേണമെങ്കിൽ സ്നാപയോഹന്നാൻ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നല്ലോ, ഞാൻ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുതിച്ച് ചാടിയ ആളാണ്, അങ്ങനെ ചില്ലറക്കാരനല്ല ഞാൻ, അങ്ങനെ പറയാമായിരുന്നു ഇല്ലേ? മറിയം സംസാരിച്ചപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കുതിച്ച് ചാടിയ ആളാണ് ഈ സ്നാപയോഹന്നാൻ ഇന്ന് പറയുന്നത്. ഞാൻ ഒരു സംശയമില്ലാതെ ഞാൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ വെറും ശബ്ദം മാത്രമാണ്. ബൈബിളിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറേ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. എളിമപ്പെട്ടത് വഴി അവർക്ക് കയറിപ്പോരാൻ പറ്റിയത്. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല, അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കാൻ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ എന്നാണ് മോശ ദൈവത്തോട് പറഞ്ഞത്. യേശയ്യാ പ്രവാചന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ ഉള്ള ആളുകളുടെ മധ്യ വസിക്കുന്നവനുമാണ്. ജെറമ്യ പ്രവാചന പുസ്തകത്തിൽ ജെറമ്യായും എങ്ങനെയാ പറയാം, 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഞാൻ വെറും ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പാടവമില്ല. ഇവരിങ്ങനെ ഇവരുടെ ഒരു കണ്ടീഷൻ എളിമപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്ക് കയറിപ്പോരാൻ പറ്റിയത്. ഇപ്പോൾ മറിയത്തിൻ്റെ അടുക്കൽ ദൈവദൂതൻ വന്ന് പറഞ്ഞത് ദൈവകൃപ നിറഞ്ഞവളെ എന്നല്ല വിളിച്ചത്, ദൈവകൃപ നിറഞ്ഞവളെ. മറിയം അത് ഒരു മുറുകെ പിടിക്കേണ്ട കാര്യമായി കരുതിയില്ല. മറിയം എന്താ പറഞ്ഞത്? ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് എന്നാ പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ ദാസി. ദൈവം പറയാണ് ദൈവകൃപ നിറഞ്ഞവൾ എന്ന് പറയുമ്പോൾ മറിയം പറയാണ് ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. രക്ഷപ്പെട്ടു പോരാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു 3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, രക്ഷപ്പെട്ടു പോരാൻ നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ നമുക്ക് പറയാവുന്നൊരു കാര്യം, കർത്താവേ, എനിക്ക് കഴിവില്ല കർത്താവേ, എനിക്കൊരു കഴിവുമില്ല കർത്താവേ എന്ന് പറഞ്ഞ നല്ലതാ. ഈ ഒരു താലന്ത് കിട്ടിയവൻ അവനൊന്നും പറഞ്ഞില്ല, തമ്പുരാനെ, എനിക്ക് ഒരു താലന്ത് കൊണ്ട് ഇതെങ്ങനെ പെരുപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വിദ്യാഭ്യാസമുണ്ടാകിയല്ല, ചിലപ്പോൾ വിവാഹത്തിനൊക്കെ കുറെ തടസ്സങ്ങൾ കാണാം, ജോലി കിട്ടാത്തതിന് കുറെ തടസ്സങ്ങൾ കാണാം. കർത്താവെ, എനിക്കൊരു കഴിവുമില്ല കർത്താവെ, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഞാൻ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, കഴിവില്ലാത്തവൻ വലിയ ഗമയിൽ അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കർത്താവിന് അനുഗ്രഹം വന്നു ചേരണമെന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അപ്പം കഴിവില്ലെന്ന് പറയണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചില ധിക്കാരം നിറഞ്ഞ വർത്തമാനങ്ങൾ, അത് വിവേകരഹിതരായ കന്യകളിലെ വിവേകമതികൾ, വെറുതെ ഒന്ന് ചിന്തിച്ചേ, വിവേകമതികൾ കൂടെ എണ്ണ കൂടെ കൊണ്ടുപോയി. അപ്പോൾ വിവേകമതികൾ വിവേകരഹിതരോട് പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ, മക്കളെ എണ്ണ കൂടെ എടുത്തോ, ഒരു വഴിക്ക് പോവുകയല്ലേ, എണ്ണ കൂടെ എടുത്തോ. ചിലപ്പോൾ അവരൊന്നും മിണ്ടിക്കാണുകയില്ല, ചിലപ്പോൾ അവർ പറഞ്ഞു കാണും, ഓ പിന്നെ ഞങ്ങൾക്കതൊന്നും ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുകയല്ല, ഞങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ടൊക്കെ നടക്കണം, ഒരു ബാഗ് ചുമന്നുകൊണ്ട് നടക്കാൻ അത്ര എളുപ്പമല്ല അല്ലെ. മുതുകത്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, മുട്ടിന് നിരങ്ങുന്നവർ മുതുകത്ത് ബാഗും തൂക്കിക്കൊണ്ട്, കാരണം അവിടെ എവിടെയെങ്കിലും സേഫായിട്ട് വെക്കാൻ ഒരു വഴി കാണാത്തത് കൊണ്ടാകാം. ചിലപ്പോൾ അതിനിടയ്ക്ക് 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നീളുന്ന മുട്ടുനിരങ്ങ് പ്രാർത്ഥനയിൽ അവർക്ക് ചിലപ്പോൾ വെള്ളം കുടിക്കാൻ തോന്നിയാൽ അതുകൊണ്ടായിരിക്കാം അവർ സഞ്ചി കൂടെ എടുക്കുന്നത്. അപ്പോൾ ഒരു ഭാരം ചുമന്ന് നടക്കാൻ ചിലപ്പോൾ വിവേകരഹിതർ അങ്ങനെ പറഞ്ഞു കാണും. ഒരു കിട്ടിയ ഉപദേശം, മക്കളെ നേരെ നോക്കി നടക്കുക, പള്ളിയിലൊക്കെ പോ മക്കളെ, ഒന്ന് കുമ്പസാരിക്ക്, നന്നായിട്ട് പഠിക്കു കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞത്, ഓ പിന്നെ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ധിക്കാരം പറഞ്ഞത് കൊണ്ടാണെങ്കിലോ രക്ഷപ്പെടാത്തത്. ആ ധിക്കാരത്തിൽ എളിമയില്ലല്ലോ, ധിക്കാരത്തിൽ അഹങ്കാരമല്ലേ. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 1-ാം വാക്യം, കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും
മർക്കട മുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത കെണിയിൽ ചെന്ന് പതിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ കഴിവുമില്ല, ഒന്നും ചെയ്യാൻ അറിയത്തുമില്ല, പക്ഷെ വർത്തമാനത്തിനൊരു കുറവുമില്ല. അങ്ങനെയാണെങ്കിലോ, ഈ ഒരു താലന്ത് കിട്ടിയവൻ 2 താലന്ത്, ആദ്യത്തെ 2 പേരുണ്ടല്ലോ, 5 ഒക്കെ കൊടുത്തവര്, അവര് ഒന്നും മിണ്ടുന്നതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. പക്ഷെ 1 കിട്ടിയവൻ ഭയങ്കര വർത്തമാനമാണ്. വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുന്നവനുമായ കഠിന ഹൃദയനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര വർത്തമാനമാണ്. അപ്പോൾ ഒരു വിമർശനമുണ്ട് അതിൻ്റെ അകത്ത്. വിമർശനം ഒഴിവാക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ വഴിവക്കിലൊക്കെ ഇരിക്കുന്ന വലിയ അപ്പൂപ്പന്മാരും ചേട്ടന്മാരും സായാഹ്ന വേളകളിലോ അവരുടെ ചായ കുടിക്കാൻ പുറത്തേക്കിറങ്ങുന്ന വേളകളിലോ വഴിവക്കിലിങ്ങനെ ഇരിക്കും. അവർ ചിലപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ഇരിപ്പിടക്കണൊക്കെ ഉണ്ടാക്കി അവരങ്ങനെ ഇരിക്കും. അവർ വഴി പോകുന്നവരൊക്കെ കമൻ്റ് അടിക്കും. അവർ ചിലപ്പോൾ നാട്ടിലുള്ള ആരെങ്കിലും വിമർശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവരെ പണ്ടും അങ്ങനെ ഇരുന്നിട്ടുള്ളവരാണ്. പണ്ടും വഴിവക്കിലിരുന്ന് വിമർശനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. അവർക്കൊരു PSC പരീക്ഷ എഴുതാൻ പോലും പറ്റിയിട്ടുണ്ടാകില്ല. കാരണം ആ കൂട്ടത്തിൽ നിന്നൊരു നന്മ പോലും ഉണ്ടാകില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച് നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മൾ രക്ഷപ്പെടാത്തതിൻ്റെ ഒരു കാരണം വിമർശനമാണ്. വെറുതെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുക. വിമർശനം ഒഴിവാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ്. മറിയത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ്, എളിമപ്പെടാനായിട്ടുള്ള, ഞാൻ ഒന്നുമല്ല, ഞാൻ ദാസിയാണ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ എളുപ്പമാണ്. കഴിവില്ലെന്ന് പറയുക. ഇനി കിട്ടുന്ന ഉപദേശമൊക്കെ തള്ളിക്കളയല്ലേ, കിട്ടുന്ന ഉപദേശമൊന്നും തള്ളിക്കളയരുത്. അത് രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കും. ഇനി കഴിവുമില്ല, ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിലും വർത്തമാനം പറയരുത്. അനാവശ്യമായ വർത്തമാനം ഒഴിവാക്കിയാൽ രക്ഷപ്പെടാൻ സാധിക്കും. ഉദ്ധൃത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഉദ്ധൃത, അതിന് മറ്റൊരു വാക്യം കൂടി ഉണ്ട്, ഉദ്ധത. ഇതിനർത്ഥം സ്വയം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കാതിരിക്കുക. ഞാനിങ്ങനെ കുമ്പസാരത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചില ആളുകളും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും, ഞാൻ അത്രയൊക്കെ ചെയ്തിട്ടുള്ള വലിയ പാപമൊന്നുമില്ല, ഞാൻ കുറച്ചൊക്കെ നല്ല ആളാണ് എന്ന് പറയും. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ദൈവമേ കൊടിയ പാപിയാണ്, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ് എന്ന് പറഞ്ഞ അനുഗ്രഹം കൂടുതൽ കിട്ടും. വിശുദ്ധരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള, നമുക്ക് ഞാൻ എന്തൊക്കെയാണെന്ന് പറയാനുള്ളൊരു ശ്രമം കുമ്പസാരത്തിൽ പോലും വരുന്നുണ്ട്. നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ കണ്ടിട്ടില്ലേ, പള്ളിയിലൊക്കെ ചില ആളുകൾ, ഞാൻ പണ്ട് അങ്ങനെ ചെയ്തതാണ്, ഞാനാണ് പള്ളിക്കിത് കൊടുത്തത്, ഞാനാണ് ഇവിടെയൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോഴും ഓർക്കണം, ഇപ്പോഴും നീ എങ്ങനെയാണ്? ഇപ്പോഴും കർത്താവിന് മുമ്പിൽ നീ എങ്ങനെയാണ്? നീ കർത്താവിനോട് കൂടെയാണോ? ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നറിയോ? നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് മേന്മയുള്ളതാണെന്ന് നടിക്കാനുള്ള ശ്രമമാണത്. ഉദ്ധൃതയാകാതെ ഉന്നത പുത്രനെ ഉദരത്തിലന്നു നീ സംവഹിച്ചു. മറിയത്തെക്കുറിച്ച് പാടി ഒരു പാട്ട്, ഒരു കൊച്ചി രൂപതയിൽ ലൂക്കച്ചൻ മാർക്കച്ചൻ അവരുടെ ഒരു സഹോദരൻ ട്യൂൺ ചെയ്ത പാട്ടാണിത്. ലൂക്കച്ചനാണ് ഇത് വരികൾ എഴുതിയത്. കൊച്ചി രൂപത ലൂക്ക് പുത്തമ്പറമ്പിലച്ചനാണ് ഈ വരികൾ എഴുതിയത്. വളരെ വ്യത്യസ്തമായൊരു ഗാനമാണ്. അഹങ്കാരിയാകാതെ ഉന്നതപുത്രന് ഉദരത്തിൽ അന്ന് നീ സംഭവിച്ചു. ഉദ്ധൃതയാകാതെ ഉന്നതപുത്രനെ ഉദരത്തിലന്നു നീ സംവഹിച്ചു. ഉള്ളം കനിഞ്ഞു നീ ഉൾക്കാഴ്ചയേകണേ, ഉള്ളതിൽ തൃപ്തരായി മേവിടുവാൻ, ഉള്ളതിൽ തൃപ്തരായി മേവിടുവാൻ. ഉദ്ധൃതയാകാതെ ഉന്നത പുത്രനെ ഉദരത്തിലന്നു നീ സംവഹിച്ചു. ഉള്ളം കനിഞ്ഞു നീ ഉൾക്കാഴ്ചയേകണേ, ഉള്ളതിൽ ഞങ്ങളും തൃപ്തരാവാൻ, ഉള്ളതിൽ തൃപ്തരായി മേവിടുവാൻ. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളോടുകൂടെ കർത്താവിന് മുമ്പിലായിരിക്കാം.
അതങ്ങ് പറഞ്ഞാൽ മതി, കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ പാപിയാണ് കർത്താവേ, ഞാൻ രോഗിയാണ് കർത്താവേ, എനിക്കൊരു കഴിവില്ല കർത്താവേ, എത്ര പരിശ്രമിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റണില്ല കർത്താവേ, എനിക്കൊരു മേൽഗതി കിട്ടണില്ല കർത്താവേ, അങ്ങനെയൊക്കെ ഒന്ന് കർത്താവിനൊന്ന് പറഞ്ഞാൽ മതി, കർത്താവ് നമ്മളെ രക്ഷിക്കും. ആ ഒരു അനുഭവം ഈ ക്രിസ്മസ് കാലയളവിൽ ഉണ്ടാകട്ടെ. പോലെ ഞാൻ സ്വീകരിച്ചിടനേ നിന്നെ പൂർണ്ണമായി കണ്ണീർ കണങ്ങളായി കഴുകിടാൻ പാപിനെ മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടനേ നിന്നെ പൂർണ്ണമായി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ ക്രിസ്തുവും മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, അങ്ങ് ജനത്തിൻ്റെ ബലി സ്വീകരിക്കണമേ. അങ്ങനെ വിശുദ്ധരായ ബേസിലിൻ്റെയും ഗ്രിഗറിയുടെയും ബഹുമാനാർത്ഥം അങ്ങ് മഹത്വത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ഈ ബലി അങ്ങ് ഞങ്ങൾക്ക് നിത്യരക്ഷയ്ക്ക് ഉപയുക്തമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങനെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ സംപൂജ്യമായ രഹസ്യത്തിന്റെ തിരുനാളിൽ അവിടുന്ന് തന്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കാലങ്ങൾക്ക് മുൻപേ ജാതനാണെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങി. അങ്ങനെ ചിതറിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്ധരിക്കുകയും വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുവോമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മറിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളെ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നിൻ്റെ വിശുദ്ധരായ വിശുദ്ധ ബേസിലിനോടും ഗ്രിഗറിയോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം ഉചിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എൺകളിൽ കണിനമേയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എൺകളിൽ കണിനമേയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എൺകളിൽ സമാധാനം നൽകണമേയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധരായ ബേസിലിന്റെയും ഗ്രിഗറിയുടെയും തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരിലും സ്വർഗീയ വിരുന്നതി സ്വാഭാവിക വരങ്ങൾ ദൃഢീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിശ്വാസത്തിന്റെ ദാനം സമഗ്രതയിൽ ഞങ്ങൾ കാത്തുപാലിക്കുകയും വെളിപ്പെടുത്തപ്പെട്ട രക്ഷയുടെ മാർഗത്തിലൂടെ ഞങ്ങൾ ചരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിന്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തന്റെ മാതാവിന്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.